ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ടെക്നിക്കൽ ടെക്നിക്കൽ എന്തെങ്കിലും ഒരു ഫെയിലിയർ ആണെന്ന് തോന്നുന്നു. കാര്യം അത് എയർക്രാഫ്റ്റ് ഫുള്ള് ഹൈറ്റ് ഗെയിൻ ചെയ്യുകയോ ഒരു സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് മുമ്പ് അത് സഡനായിട്ട് വീഴുകയാണ് ഉണ്ടായത്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഏതോ ഒരു ബിൽഡിങ്ങിന്റെ വിൻഡോയിൽ നിന്നെന്തോ എടുത്തൊരു വീഡിയോ പോലെയാണ് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അതും മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ എയർപോർട്ടിന്റെ ആ വിസിനിറ്റിയിൽ നിന്ന് മാറുമ്പോൾ തന്നെ ഒരു 1000-2000 ഹൈറ്റിൽ പോകേണ്ടതായിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്. കാര്യം ഇറ്റ് കുഡ് നോട്ട് ഗെയിൻ ദ ഹൈറ്റ് ആൻഡ് ഗെറ്റ് സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറ്റിയൊരിതാണ്. പിന്നെ ബേഡ് ഹിറ്റ് ഒന്നും റൂൾ ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ബേഡ് ഹിറ്റ് ആണെങ്കിലും ഇങ്ങനെ സംഭവിക്കാം. ഇപ്പം ഉള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമുക്ക് അങ്ങനെയൊക്കെ അനുവാദിക്കാൻ പറ്റുന്ന ടെക്നിക്കൽ എററാണ്, അല്ലെങ്കിൽ ഒരു സഡൻ ഒരു ആക്സിഡന്റ് ആകാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏവിയേഷൻ സേഫ്റ്റി വളരെ കൺസേണും വളരെ ഇതിൽ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഏവിയേഷൻ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആക്സിഡൻസ് കൂടുതൽ ഉണ്ടാക്കാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആക്സിഡൻസ് എവറി ടൈം ഇറ്റ് വിൽ ബി വെരി ഫാറ്റൽ. ഇത് നമ്മുടെ കൺട്രോളിൽ ഇല്ലാതെ പോകാൻ പറ്റുന്ന ഒരു ചാൻസ് ഉണ്ട്. ഇപ്പം ഇത് ഒരു ഹൈറ്റ് ഗെയിൻ ചെയ്തിട്ടാണ് ഇത് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പം പൈലറ്റിന് കുറച്ചും കൂടെ സമയം കിട്ടിയേനെ. നമുക്ക് ഇത് കുറച്ച് ഗ്ലൈഡ് ചെയ്തൊക്കെ നിന്നിട്ട് 1-2 സർക്യൂട്ട്സ് ഒക്കെ എടുത്തിട്ട് ചിലപ്പം കുറേയും കൂടെ ഫൈറ്റൽ അല്ലാതെ. കാര്യം ഇപ്പം ഒരു ജനവാസ കേന്ദ്രത്തിന് മേളിലാണ് വീണിരിക്കുന്നത്. അതൊന്നും ഒരിക്കലും ഒരു പൈലറ്റിങ്ങിന്റെ കൺട്രോൾ പോയോണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ വി ഷുഡ് ആൾവേസ് ബി അവെയർ. ഇപ്പോഴത്തെ ഒരു ഇന്ത്യൻ സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പം കപ്പൽ ദുരന്തങ്ങളും ഇതൊക്കെ നടക്കുന്നുണ്ട്. വി കാൺ റൂൾ ഔട്ട് എനി എന്താ പറയുക, വി ഷുഡ് ബി വെരി അലർട്ട് ഇൻ ഓൾ ദ തിങ്സ്. വി കാൺ റൂൾ ഔട്ട് എനി സബ്സ്റ്റൻസ് ലൈക്ക് ദാറ്റ് ഓൾസോ. ബട്ട് നോർമലി ഫ്ലൈറ്റ് നമ്മൾ പിന്നെ ഇനിഷ്യൽ ടേക്ക് ഓഫ് സമയത്തൊക്കെ കോക്പിറ്റ് വിൽ ബി വെരി സെക്യൂർഡ് ആൻഡ് ക്ലോസ്ഡ്. സോ ദാറ്റ് മേ നോട്ട് ബി ഹാപ്പനിങ്. അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് ഇത് ചെയ്യാം.